Hi dears, ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുള്ള കാര്യം നമുക്ക് എളുപ്പത്തിൽ നോക്കട്ടോ. ആദ്യം തന്നെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒറിജിൻ ഓഫ് ദ ഹിമാലയാണ് നിങ്ങൾക്ക് പാർട്ട് വരുന്നത്. അതിൽ സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ, ഓക്കെ അറിയാലോ. കൺവേർജൻ മാർജിൻ, ഡൈവേർജൻ മാർജിൻ, ട്രാൻസ്ഫോം മാർജിൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് റീജിയണൽ ഡിവിഷൻ ആണ് വരുന്നത്. റീജിയണൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ നദികളാണ് എന്ത് ചെയ്യുന്നത്, റീജിയണൽ ഡിവിഷൻ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രാദേശികമായി ഉണ്ടാക്കുന്ന എന്താണ്, നദികളാണ്. അപ്പൊ ആ നദികളുടെ പേരുകൾ എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ചു വെക്കുക. അതിൽ തന്നെ അത് വീണ്ടും മൂന്നായി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അതിൽ വെസ്റ്റേൺ ഹിമാലയയിലാണ് എന്തൊക്കെ വരുന്നത്, കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം അതിലാണ് വരുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി കിഴക്കൻ കുന്നുകളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പൂർവാചൽ ഹിൽസിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കുന്നുകളുടെ പേരെങ്കിലും അവിടെ പഠിച്ചു വെക്കുക. അതിന്റെ പൊസിഷൻ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പം മിസോ ഹിൽസ് അല്ലെങ്കിൽ നാഗ ഹിൽസ് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കണം. അതിന്റെ പൊസിഷൻസും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. മാപ്പൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ ഹൈയസ്റ്റ് റെയിൻഫാൾ കിട്ടുന്ന ചിറാപുഞ്ചിയുടെ പേരും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ഉള്ളത് നദികളെ കുറിച്ചാണ്. നദികളിൽ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര അത് പഠിച്ചു വെക്കുക. സോയില്, പിന്നെ നാച്ചുറൽ വെജിറ്റേഷൻ, അവിടെ ഉണ്ടാകുന്ന സസ്യങ്ങളെ കുറിച്ച് ഒന്ന് നോക്കുക. കൃഷി ഒന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ടൂറിസം എന്താണെന്ന് നോക്കി വെച്ചാൽ ടൂറിസം ഉറപ്പായിട്ടും essay ക്വസ്റ്റ്യൻ ഒക്കെ വരും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.